Good morning friends. Garam Masalയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഡേറ്റ്സ് കട്ട്ലറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നലെ ഞാൻ ഒരു വ്ലോഗ് അപ്ലോഡ് ചെയ്തിരുന്നു. അതിൽ കാണിച്ചിട്ടുള്ള ഡേറ്റ്സ് കട്ട്ലറ്റ് ആണിത്. ഈന്തപ്പഴവും പൊട്ടാറ്റോയും ചേർത്താണ് ഈ ഡേറ്റ്സ് കട്ട്ലറ്റ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. പൊട്ടാറ്റോയ്ക്ക് പകരമായി നേന്ത്രപ്പഴം ഉപയോഗിക്കാം. നേന്ത്രപ്പഴം ഉപയോഗിക്കുമ്പോൾ ഒന്നുകൂടെ സ്വീറ്റ് ആയിരിക്കും. സാധാരണ നമ്മൾ സ്പൈസി കട്ട്ലറ്റിലാണ് പൊട്ടാറ്റോ ഉപയോഗിക്കാറ്. ഇത് ഞാൻ ഈന്തപ്പഴം കട്ട്ലറ്റിലാണ് പൊട്ടാറ്റോ ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഗൾഫ് കൺട്രീസിലെല്ലാം ഈന്തപ്പഴം കിട്ടുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം ട്രൈ ചെയ്യാവുന്ന ഒരു കട്ട്ലറ്റ് ആണിത്. നമുക്കിനി റെസിപ്പിയിലോട്ട് പോകാം. ഇതിനു വേണ്ടി ഞാൻ ആദ്യം 6 പൊട്ടാറ്റോയെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് പ്രഷർ കുക്കറിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. 2 വിസിൽ വരുന്നത് വരെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. തണുത്തതിന് ശേഷം ഞാൻ ഇതിനെ പീൽ ചെയ്തെടുക്കുകയാണ്. വേവിച്ച് വെച്ചിട്ടുള്ള പൊട്ടാറ്റോയെ ഈസിയായി പീൽ ചെയ്തെടുക്കാനുള്ള ഒരു ടിപ്പാണിത്. ഞാൻ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട്. വേറൊന്നുമല്ല, പൊട്ടാറ്റോ വേവിക്കാൻ വെക്കുന്നതിന് മുൻപായി പൊട്ടാറ്റോയ്ക്ക് ചുറ്റും ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. വെന്ത് വരുമ്പോൾ ആ ഭാഗം വിട്ടു നിൽക്കും. നമുക്ക് വളരെ ഈസിയായി ഇതിന്റെ സ്കിന്നെ പീൽ ചെയ്തെടുക്കാൻ കഴിയും. ഇങ്ങനെ വേവിച്ച് വെച്ചിട്ടുള്ള പൊട്ടാറ്റോയെ മാഷ് ചെയ്ത് മാറ്റി വെക്കണം. ഈ പൊട്ടാറ്റോയിൽ ഉപ്പ് ചേർത്തുകൊണ്ട് തന്നെ കട്ട്ലറ്റിൽ ഇനി വേറെ ഉപ്പൊന്നും ചേർക്കുന്നില്ല. പൊട്ടാറ്റോയ്ക്ക് പകരമായി നേന്ത്രപ്പഴം ഉപയോഗിക്കാം. നേന്ത്രപ്പഴമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നേന്ത്രപ്പഴത്തിനെയും നന്നായി വേവിച്ച് മാഷ് ചെയ്ത് വെക്കണം. അടുത്തതായി ഈന്തപ്പഴമാണ് എടുക്കേണ്ടത്. ഞാനിവിടെ 1/2 കിലോന്റെ മുകളിൽ ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. കുരു കളഞ്ഞതിന് ശേഷം തന്നെ ഉണ്ടാവും 1/2 കിലോ. ഇത് ഒന്നുകൂടെ ഡാർക്കായി വന്ന ഈന്തപ്പഴമാണ്. ഫ്രീ ആയി കിട്ടിയത് കൊണ്ടാണ് ഇത്രയും ഈന്തപ്പഴമൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിനെ വേവിച്ചതിന് ശേഷം മാഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഈന്തപ്പഴത്തെ ഒരു പാനിലോട്ട് എടുക്കാം. ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം. ഇത് ഇരുന്നൊന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഈന്തപ്പഴത്തിലെ വെള്ളം എല്ലാം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈന്തപ്പഴം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്പാച്ചിൽ ഉപയോഗിച്ച് തന്നെ ഇതിനെ ഒന്ന് മാഷ് ചെയ്തെടുക്കാം. നമ്മുടെ ഈന്തപ്പഴം മാഷ് ചെയ്തെടുത്തത് റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് നേരത്തെ വേവിച്ച് മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ പുറന്തൊലി ഒന്നുകൂടെ ഡാർക്കായി ഈന്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് യെല്ലോ കളറോ റെഡ് കളറോ ഉള്ള നല്ല പഴുത്ത ഈന്തപ്പഴവും ഇതിനു വേണ്ടി ഉപയോഗിക്കാം. ഇതൊന്ന് തണുത്തതിന് ശേഷം കയ്യിൽ കുറച്ച് എണ്ണ തടവി നമുക്കിതിനെ കട്ട്ലറ്റിന്റെ ഷേപ്പിലോട്ട് മാറ്റാം. നമുക്കിതിനെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതിൽ നിന്നും മീഡിയം സൈസുള്ള ബോൾ എടുക്കാം. നമ്മുടെ കട്ട്ലറ്റ് എത്രത്തോളം വലുപ്പം വേണോ അതിനനുസരിച്ച് നമുക്ക് ബോൾ ഉണ്ടാക്കാം. നന്നായി കട്ട്ലറ്റിന്റെ ഷേപ്പിലോട്ട് മാറ്റാം. ഇതുപോലെ റോൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ കട്ട്ലറ്റിന്റെ സൈഡെല്ലാം നല്ല പെർഫെക്റ്റ് ആയിരിക്കും. കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടും. നമ്മുടെ എല്ലാ കട്ട്ലറ്റിനെയും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡ് ക്രംസ് കൊണ്ട് ഈ കട്ട്ലറ്റിനെ ഒന്ന് കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. മുട്ടയിലൊന്നും മുക്കിയെടുക്കുന്നില്ല. ഡയറക്റ്റ് തന്നെ ബ്രെഡ് ക്രംസിലോട്ട് മാറ്റിയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് കട്ട്ലറ്റിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനെ ഞാൻ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയുടെ നല്ലൊരു ഫ്ലേവർ കൂടെ ഉണ്ടാവും. നമുക്ക് ഓരോ കട്ട്ലറ്റിനെയായി ചൂടായ എണ്ണയിലോട്ട് മാറ്റാം. ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഇതിനെ തിരിച്ചിടാം. ഇങ്ങനെ 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മുടെ ഈന്തപ്പഴം കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു കിച്ചൺ ടിഷ്യൂലോട്ട് മാറ്റാം. ഇനി നമുക്ക് അടുത്ത ബഞ്ച് ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കിയുള്ള ബ്രെഡ് ക്രംസിനെ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അല്ലെങ്കിൽ ഇത് എണ്ണയിൽ കിടന്ന് കരിയും. ഇനി നമുക്ക് കട്ട്ലറ്റിനെ എണ്ണയിലോട്ട് ഇടാം. ഇത് ഇരുന്ന് ഫ്രൈ ആയി വരട്ടെ. അങ്ങനെ നമ്മുടെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഈന്തപ്പഴവും പൊട്ടാറ്റോയും ചേർത്തുണ്ടാക്കിയ കട്ട്ലറ്റ് ആണിത്. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കട്ട്ലറ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ നമ്മൾ മധുരമുള്ള കട്ട്ലറ്റ് ബനാന കൊണ്ടാണ് തയ്യാറാക്കിയെടുക്കാറ്. ഇവിടെ ഞാൻ പൊട്ടാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ ഈ നോർമൽ പൊട്ടാറ്റോയ്ക്ക് പകരമായി നമുക്ക് സ്വീറ്റ് പൊട്ടാറ്റോ ഉപയോഗിക്കാം. അപ്പോൾ ഒന്നുകൂടെ സ്വീറ്റ് ആയിരിക്കും നമ്മുടെ കട്ട്ലറ്റ്, ഒന്നുകൂടെ നന്നാവും. ഇനി നമുക്കിതിനെ സെർവ് ചെയ്യാം. ഈന്തപ്പഴം കിട്ടുന്നവർ ട്രൈ ചെയ്യാൻ മറക്കരുത്. നാളെ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഡിഷുമായി നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.